കുറിച്ച് ചിന്തിക്കുമ്പോൾ അദ്ദേഹം സംഘത്തിന്റെ സംഘചാലകായിരുന്നു. അതായത് കുടുംബ പശ്ചാത്തലമുള്ള മഹാപ്രസ്ഥാനത്തിന്റെ ജില്ലയുടെ സംഘചാലകൻ എന്ന് പറയുന്നത് കാരണവർ എന്ന് തന്നെയാണ്. അത് ആ വാക്കിനെ അന്വർത്ഥമാക്കി തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തനവും. വ്യക്തിപരമായും സംഘടനാപരമായും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ നമ്മൾ ചില ആശങ്കകൾ ഉണ്ടാകുന്ന സമയത്ത് ചെന്ന് സമീപിക്കാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മുഖം തന്നെയായിരുന്നു വിജയമോഹൻജി. അത് അദ്ദേഹം പറയുന്നത് പൂർണ്ണമായും കേട്ടിരിക്കും. ഒന്നാമത് അതിന് കൃത്യം വളരെ വ്യക്തവുമായൊരു മറുപടി തന്നായിരിക്കും നമ്മളെ അയക്കുന്നത്. ചിലപ്പോൾ നമ്മുടെ ചിന്തയുടെ കുഴപ്പങ്ങൾ കൊണ്ടായിരിക്കാം, ചിലപ്പോൾ എന്താണ് നമ്മുടെ കാഴ്ചപ്പാടിന്റെ പ്രശ്നമായിരിക്കാം. അതിലെന്താണ് അതെന്ന് കൃത്യമായി ഐഡന്റിഫൈ ചെയ്യുകയും അതിനൊരു പെർമനന്റ് സൊല്യൂഷൻ പറഞ്ഞു തരാനും അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. നമ്മൾ ചില അവസരങ്ങളിലൊക്കെ ചില വിഷയത്തെക്കുറിച്ച് ഫോണിൽ വിളിച്ച് ചോദിച്ചാൽ പോലും അത്ഭുതപ്പെട്ടു പോകും. ഒന്ന് റെഫർ ചെയ്യുക പോലും ചെയ്യാതെ ഒരു അരമണിക്കൂറോളം അതിനെക്കുറിച്ച് സമഗ്രമായി ഫോണിലൂടെ നമുക്ക് മറുപടി തരാനുള്ള അസാധ്യമായ പാണ്ഡിത്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. കോളേജിൽ പഠിപ്പിക്കുമ്പോൾ കുട്ടികൾക്കെല്ലാം വളരെ പ്രിയങ്കരനായ അധ്യാപകൻ. സംഘ പശ്ചാത്തലമൊന്നും ഇല്ലാത്ത എത്രയോ ആളുകൾക്ക് അദ്ദേഹം വലിയ ആരാധ്യനായിരുന്നു. ഞാൻ പല അവസരങ്ങളിലും നാഷണൽ സർവീസ് സ്കീമിന്റെ ക്യാമ്പുകളിലൊക്കെ മാക്ഫാസ്റ്റ് കോളേജിലെ പ്രൊഫസർ എന്ന രീതിയിൽ അദ്ദേഹത്തെ അവതരിപ്പിക്കാറുണ്ടായിരുന്നു. പല വിഷയങ്ങളിലും അദ്ദേഹം സംസാരിച്ചിട്ട് പോകുന്ന സമയത്ത് പിന്നീട് ആ കുട്ടികൾ എപ്പോഴും അദ്ദേഹത്തെക്കുറിച്ച് നമ്മളോട് അന്വേഷിക്കുമായിരുന്നു. ആ സാർ ഇപ്പോൾ എവിടെയാണ് എന്നൊക്കെ ചോദിക്കുമായിരുന്നു. ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ആളുകളെ അദ്ദേഹത്തിലേക്ക് ആകർഷിക്കാൻ ഒരു വലിയ കഴിവ് ദൈവം അദ്ദേഹത്തിന് അനുഗ്രഹിച്ചു കൊടുത്തിരുന്നു. ആധ്യാത്മിക രംഗത്തും ഹൈന്ദവ പ്രസ്ഥാനങ്ങളുടെ നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ എല്ലാം ഒരു തീരാ നഷ്ടം തന്നെയാണ് വിജയമോഹൻജിയുടെ വിയോഗം. വളരെ വിനീതനായി സൗമ്യനായി ചിരിച്ച മുഖത്തോടു കൂടി അല്ലാതെ നമ്മൾ ആരും അദ്ദേഹത്തെ കണ്ടിട്ടില്ല. സംഘത്തിന്റെ വിവിധ ക്യാമ്പുകളിലൊക്കെ ഒരുമിച്ചുണ്ടാകുന്ന സമയം നല്ല തമാശകൾ പറയും. ഒരു കൂട്ടുകാരനെ പോലെ നമ്മളോട് പെരുമാറും വളരെ അടുത്ത്. ഇത്ര വലിയ ഔന്നത്യത്തിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന്റെ മഹത്വം വർദ്ധിക്കുന്നത് അവിടെ തന്നെയായിരുന്നു. അദ്ദേഹത്തിന്റെ ആ ആറ്റിറ്റ്യൂഡിലൂടെ ആയിരുന്നു. പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. വിജയമോഹൻജി എന്തൊക്കെയോ ആയിരുന്നു. അദ്ദേഹത്തിന്റെ വിയോഗം മുമ്പ് ഞാൻ സൂചിപ്പിച്ചതുപോലെ വ്യക്തിപരമായും സംഘടനാപരമായും എല്ലാം സംഘ പ്രസ്ഥാനങ്ങൾക്ക് തീരാ ദുഃഖം തന്നെയാണ്, തീരാ നഷ്ടം തന്നെയാണെന്ന് നമുക്ക് നിസ്സംശയം പറയാം. ന്യൂസ് ഡെസ്ക് തിരുവല്ല മീഡിയ.